ഹലോ വെൽക്കം ബാക്ക് ടു എഡ്യൂവ്യൂ മലയാളം. നമ്മളിന്ന് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഇതിലെ വർക്കിംഗ് പേപ്പർ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വർക്കിംഗ് പേപ്പേഴ്സ് ആർ ദ മെറ്റീരിയൽ ദാറ്റ് ഓഡിറ്റേഴ്സ് പ്രിപ്പയർ ഓർ ഒബ്റ്റെയിൻ ആൻഡ് റിട്ടേൺ ഇൻ കണക്ഷൻ വിത്ത് ദ പെർഫോമൻസ് ഓഫ് ദ ഓഡിറ്റിന്റെ സമയത്ത് ഓഡിറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ പേപ്പേഴ്സിനെ പറയുന്ന പേരാണ് വർക്കിംഗ് പേപ്പർ. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഓൺ പേപ്പർ ഓർ ഫിലിം, ഇലക്ട്രോണിക് മീഡിയ ഓർ അതർ മീഡിയ. ചിലപ്പോൾ ഇത് മേ ബി പേപ്പറിൽ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫിലിമിൽ, ഇലക്ട്രോണിക് മീഡിയാസിൽ, മറ്റുള്ള ഏതെങ്കിലും മീഡിയാസിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫോർമേഷൻ ആയിരിക്കാം. ദേ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ കോർട്ട്. എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് നെഗ്ലിജന്റ് ഓഡിറ്റ്. ഇത് കോർട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നെഗ്ലിജന്റ് ഓഡിറ്റിന്റെ സമയത്ത്. ദെൻ ടൈപ്സ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ്. രണ്ട് തരത്തിലാണ് വർക്കിംഗ് പേപ്പേഴ്സ് ഉള്ളത്. ഒന്ന് പെർമനന്റ് ഓഡിറ്റ് ഫയലും ഉണ്ട്, അതേപോലെ തന്നെ കറന്റ് ഓഡിറ്റ് ഫയലുണ്ട്. Permanent audit file used more than one financial year and file is built only one. Then it comprises matters of continuing importance of effective audit such as copy of articles of association, copy of memorandum of association, information concerning the legal and organizational structure of the entity. ഓക്കെ, രണ്ട് തരത്തിലാണ് ഉള്ളത്. പെർമനന്റ് ഓഡിറ്റ് ഫയൽ എന്ന് വെച്ചാൽ യൂസ്ഡ് മോർ ദാൻ വൺ ഫിനാൻഷ്യൽ ഇയർ ആൻഡ് ഫയൽ ഈസ് ബിൽഡ് ഓൺലി വൺ. മോർ ദാൻ വൺ ഫിനാൻഷ്യൽ ഇയറിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഫയൽസ് ആണ് പെർമനന്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കറന്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറയുന്നത് പെർട്ടൈൻ ടു എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തതായി പേർപ്പസ് ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ്. എന്തിനാണ് വർക്കിംഗ് പേപ്പേഴ്സിന്റെ പേർപ്പസ് എന്ന് വെച്ചാൽ അസിസ്റ്റ് ഇൻ ദ പ്ലാനിങ് ആൻഡ് പെർഫോമൻസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിന്റെ പെർഫോമൻസും പ്ലാനിങ്ങിനും അസിസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അസിസ്റ്റ് ഇൻ ദ സൂപ്പർവിഷൻ ആൻഡ് റിവ്യൂ ഓഫ് ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് വർക്ക് റിവ്യൂ ചെയ്യാനും അത് സൂപ്പർവൈസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു വർക്കിംഗ് പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. Assures that the work delegated by the audit partner has been properly completed. അതായത് ഒരു ഓഡിറ്റർക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിന്റെ ഒരു അഷുറൻസ് ആണ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ എവിഡൻസ് ആറ്റ് എഫക്റ്റീവ് ഓഡിറ്റ് ഹാസ് ബിൻ ക്യാരിഡ് ഔട്ട്. നല്ല രീതിയിലുള്ള ഓഡിറ്റ് ക്യാരി ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് ആണ് വർക്കിംഗ് പേപ്പർ. അതൻ ത്രൂ ഈസ് ഇൻക്രീസ് ഇക്കോണമി, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദി ഓഡിറ്റിംഗ്. 3 E's എന്ന് പറയുന്നത് ഇക്കോണമി ആൻഡ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ആണ്. ഒരു ഓഡിറ്റിന്റെ ഈ 3 E's മൊത്തം ഇൻക്രീസ് ആവും. ദെൻ സപ്പോർട്ട് ഓഡിറ്റർ കൺക്ലൂഷൻ. contain sufficiently detailed and up-to-date facts to justify the reasonableness of the auditor's conclusion. ഓഡിറ്റർ എത്തിച്ചേർന്ന കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അതേപോലെ തന്നെ ഫ്യൂച്ചർ ഓഡിറ്റ്സ്. റിട്ടേൺ എ റെക്കോർഡ് ഓഫ് മാറ്റേഴ്സ് ഓഫ് കണ്ടിന്യൂയിങ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്യൂച്ചർ ഓഡിറ്റ്. നമ്മൾ ഇനി ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു റെക്കോർഡായിട്ടാണ് ഇതിനെ കീപ്പ് ചെയ്യാറ്. Confidentiality of working papers should not be made available to third parties without client consent. ക്ലയന്റിന്റെ കൺസെന്റ് ഇല്ലാതെ നമ്മളിതൊരു തേർഡ് പാർട്ടിക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ പാടില്ല. Then appropriate procedure should be undertaken to maintain confidentiality and safe custody of working papers. വർക്കിംഗ് പേപ്പേഴ്സ് എപ്പോഴും സേഫ് ആയിട്ട് കസ്റ്റഡിയിൽ വെക്കേണ്ടതാണ്. It should be retained for a sufficient period of time to meet regulatory requirements. ഒരു സഫിഷ്യന്റ് ടൈം മീറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അവിടെ കീപ്പ് ചെയ്യാനാണ്. കണ്ടന്റ്. ഈച്ച് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ മസ്റ്റ് ബി ഹെഡഡ് വിത്ത് ഫോളോയിങ് ഇൻഫോർമേഷൻസ്. ഓരോ വർക്കിംഗ് പേപ്പറിനും ആവശ്യമായിട്ടുള്ള സ്ഥാനങ്ങളാണ്. ഒന്ന് നെയിം ഓഫ് ദ ക്ലയന്റ്, ദ പീരീഡ് കവേർഡ് ബൈ ദ ഓഡിറ്റ്, the subject matter, the file reference, the initials of the member of staff who prepared the working paper and the date on which it was prepared. ഇനീഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് സിഗ്നേച്ചർ ആണ്. സം ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് വർക്കിംഗ് പേപ്പർ. ഒരു നല്ല രീതിയിലൊരു വർക്കിംഗ് പേപ്പറിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാന്ന് നോക്കാം. സ്റ്റേറ്റ് എ ക്ലിയർ ഓഡിറ്റ് ഒബ്ജക്റ്റീവ്സ്. ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ക്ലയന്റിന്റെ നെയിം, സബ്ജക്ട് മാറ്റർ, ഇയർ, പീരീഡ് എൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഫുൾ എക്സ്റ്റെൻഡ് ഓഫ് ദ ടെസ്റ്റ് ഓർ ഓഡിറ്റ് ഒബ്ജക്റ്റീവ്സ്. സോ ലിങ്ക്ഡ് ഡോക്യുമെന്റ്സ് ലിങ്ക് ചെയ്തതിന്റെ റെഫറൻസ് കൊടുക്കണം. ഹൗ സാമ്പിൾ സൈസ് ഫോർ റിട്ടയർമെന്റ്. ക്ലിയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി സ്റ്റേറ്റ് ദ റിസൾട്ട് ഓഫ് ദ ടെസ്റ്റിന്റെ റിസൾട്ട് നമ്മൾ ക്ലിയർ ആയിട്ടും എഴുതിക്കൊണ്ടിരിക്കണം. ദ കൺക്ലൂഷൻസ് റീച്ച്ഡ് ഷുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് ദ റിസൾട്ട് ഓഫ് ദ ടെസ്റ്റ്. കൺക്ലൂഷൻസ് കാണിച്ചിരിക്കണം. മെയിൻ റെഫറൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സൈൻഡ് ആൻഡ് ഡേറ്റഡ് ബൈ പ്രിപ്പയറും റിവ്യൂവറും ഒക്കെ സൈൻ ചെയ്തിരിക്കണം. ദെൻ സ്റ്റാൻഡേർഡ്സ് റിവ്യൂ ബൈ റിവ്യൂവർ.
Well, working papers provide evidence that an effective, efficient and economic audit has been carried out. അതായത് എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും എക്കണോമിക് ആയിട്ടാണ് ഒരു ഓഡിറ്റ് ക്യാരി ചെയ്തെന്നുള്ളതിന്റെ ഒരു എവിഡൻസ് ആണ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. They should therefore be prepared with കെയർ ആൻഡ് സ്കില്ല്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് കെയർ ആൻഡ് സ്കില്ലൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് വർക്കിംഗ് പേപ്പേഴ്സ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് അറിയാൻ താല്പര്യമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ.